ഈ ഒരു സമയത്തെ നമ്മളെ കോവലിന്റെ വള്ളിയൊക്കെ ഒന്ന് വെട്ടിക്കൊടുത്താൽ പുതിയ തലപ്പ് വരും. അങ്ങനെ വന്നാൽ ആദ്യത്തേലും കൂടുതലൊക്കെ കായ്കൾ ഉണ്ടാവും. പക്ഷെ നമ്മൾ വെട്ടാൻ നോക്കിയപ്പോഴേ നമ്മളെ കോവലിൽ നോക്കുമ്പോൾ ഇഷ്ടം പോലെ കോവക്കയാണ്. നോക്ക് നല്ല കായ്കളുണ്ട്. അതുകൊണ്ട് നമുക്ക് വെട്ടാൻ തോന്നുന്നില്ല. നമ്മൾ ഏത് സാധനവും ഒന്ന് വെട്ടിക്കൊടുത്ത് വൃത്തിയാക്കാൻ നിൽക്കുമ്പോൾ അപ്പൊ കുറച്ച് കായ്കളൊക്കെ കൂടും. അത് കയ്പ നമ്മളങ്ങനെ കയ്പ ഒഴിവാക്കാൻ നേരത്ത് ഇഷ്ടംപോലെ കയ്പുണ്ടായി. അതുപോലെ കണ്ടോ കോവക്ക നോക്ക്, നല്ല വലുപ്പമുള്ള കോവക്ക കേട്ടോ. നല്ല വെയിലൊക്കെ ഉണ്ടായിട്ട് നമ്മൾ നനച്ചു കൊടുക്കുന്നതുകൊണ്ട് അറിയില്ല, നല്ല നനവുള്ളതുകൊണ്ട് ഒക്കെ നല്ല വലുപ്പമുള്ള കോവക്ക. അങ്ങോട്ട് നോക്ക് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ ഏതായാലും നമുക്ക് ഇതിന്റെ ഉണക്കുള്ളതാ, വള്ളി തന്നെ കുറെ ഉണങ്ങും ഇങ്ങനെ കുറെ കഴിയുമ്പോൾ. ആ ഉണങ്ങിയതും ഇതുപോലുള്ള ഇലകളൊക്കെ ഒന്ന് കൂടുതലായിട്ട് കഴിയില്ല, അടിഭാഗത്തൊക്കെ ഉള്ളത് നമുക്ക് ഇങ്ങനെ തൂങ്ങിക്കുന്നൊക്കെ ഒന്ന് ആദ്യം എന്ത് ചെയ്യാം മുറിച്ച് ഒഴിവാക്കിയിട്ട് കോവലൊക്കെ ഉണ്ട്. ഇഷ്ടംപോലെ കോവലുണ്ട്. കോവലിന് എന്തായാലും ആവശ്യക്കാർ ഇഷ്ടം പോലെയാണ്. നമുക്ക് എന്ത് ചെയ്യാം ആയ കോവലൊക്കെ നമുക്ക് പറിച്ചെടുക്കും വേണം. ഏതായാലും കോവക്കയിൽ അടിയിൽ വന്നാലേ ഇതിന്റെ അടിയിൽ കുറച്ച് തണുപ്പുണ്ട് കേട്ടോ. നോക്കണോ കോവക്ക അങ്ങനെ ഒന്നാ കഴിക്കാൻ അങ്ങനെ തോന്നും. റിച്ചുതാ നല്ല വെയിലായതുകൊണ്ടേ ഇന്നലെ ഞങ്ങൾക്ക് നല്ല പഴുത്ത പപ്പായിട്ടിരുന്നു. അപ്പൊ അത് മുറിച്ചുണ്ട്. റിച്ചും കുഞ്ഞാത്തൊക്കെ പെരുന്നാളിന് വന്ന പോലെ ഇന്ന് പോകും. റിച്ചു എടുത്താ. അപ്പൊ റിച്ചു എനിക്കുള്ളത് ഇങ്ങോട്ട് കൊടുന്നാ വീഡിയോ എടുക്കാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ആദ്യം നമുക്ക് ഇതങ്ങനെ തൂങ്ങി നിൽക്കുന്നുണ്ട്. കുറെ ആ സൈഡിലൊക്കെ കുറച്ച് കൂടുതലാ. അതൊക്കെ കത്രിക വെച്ചിട്ട് മുറിച്ച് ഒഴിവാക്കാം. ശരിക്കും നമ്മളിതാ ഇവിടെ വെച്ചിട്ട് ഇത് നമ്മൾ നെറ്റിലോട്ട് കയറുന്ന ഭാഗം ഉണ്ടല്ലോ, ഇവിടെ വെച്ച് മൊത്തം നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതൊക്കെ എടുത്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ പുതിയ തലപ്പ് വരുന്നത്. അടിയിൽ നിന്ന് കണ്ടില്ലേ പുതിയ തലപ്പ് പൊട്ടി ഉണ്ടായിട്ട് അതിനും കോവലുണ്ട്. അത്യാവശ്യം സൂപ്പർ കോവലാണ് ഈ സമയത്ത്. മുകളിൽ ഇങ്ങനെ അമ്പി കിടക്കുന്ന നമുക്ക് എടുക്കാൻ കഴിയില്ല. അല്ലാത്തൊക്കെ ഇതാ കത്രിക വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ട് എടുക്കാം. ഇതൊക്കെ ഒന്ന് പോയാൽ തന്നെ ഒരു വൃത്തിയാവും കേട്ടോ. ഒന്നാമത് കോവലിന്റെ ഒരു ഭംഗി കാണാത്തത് ഇതുപോലെ ഇങ്ങനെ ഉണക്ക ഇലയും ഉണക്ക വള്ളിയൊക്കെ ഇങ്ങനെ തൂങ്ങിക്കുന്നുണ്ടാ. ഏത് സാധനം ഉണ്ടായി കഴിഞ്ഞിട്ട് നമ്മളെല്ലാം പ്രൂൺ ചെയ്യുന്ന പോലെ ഇങ്ങനത്തെ നിർത്തുന്ന വള്ളികളൊക്കെ, കോവലൊക്കെ നമുക്ക് ഒരു ചോട് നട്ട് കഴിഞ്ഞാൽ ഇടയ്ക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കോവൽ അങ്ങനെ ഉണ്ടാവും. എപ്പോഴെപ്പോഴും ഇങ്ങനെ മാറ്റി നടണ്ട. പക്ഷെ എന്ത് ചെയ്യണം, ഒരു വട്ടം ഉണ്ടായതിനു ശേഷം നമ്മൾ ഇതുപോലെ ഇങ്ങനെ വെട്ടി പുതിയ തലപ്പ് കൊണ്ടുവരണം. ചില വള്ളികളാട്ടോ ഈ ഉണങ്ങിപ്പോയിട്ടുള്ളത്, അതങ്ങനെ നീളത്ത് പോയിട്ടുണ്ട്. നമുക്ക് മുറിച്ചെടുക്കണൊക്കെ ചാക്കിലിടട്ടെ. ഇവിടെയൊക്കെ കൊഴിഞ്ഞാലിതാ കൊഴിഞ്ഞ ഇവിടെയും വൃത്തിയായി ഇതും പിന്നെ അടിച്ചെടുക്കേണ്ടി വരും. അല്ല എന്നാലും ഇത് എല്ലാം ഒന്നും പെറുക്കിയിട്ടല്ല ലാസ്റ്റ് വരാ. എന്നാലും കയ്യോടെ ചാക്കിലിട്ടാല് ഒരുപാട് ഇലകൾ എടുക്കാനാ പണി. വള്ളി മുറിച്ചെടുക്കാൻ സുഖം കേട്ടോ. ഇല ഓരോ ഇല ഇപ്പൊ നമ്മൾ പറിച്ചെടുക്കാൻ നിന്നാല് എന്നാലും നല്ല അങ്ങനെ ആയതൊക്കെ ഉണ്ട് എടുക്കാം. അല്ലാത്ത കഴിയുമ്പോൾ കട്ട് എന്താ വള്ളി സുഖ നമുക്ക് നേരെ കട്ട് ചെയ്ത് ഇങ്ങനെ എടുത്താൽ. ഇതൊക്കെ പിന്നെ എങ്ങനെ ആവുമെന്നറിയോ, ഓരോ വള്ളി ഇങ്ങനെ പഴുത്ത് വരില്ലേ ഇങ്ങനെ മൂപ്പായിട്ട്, അല്ല വള്ളിന്ന് ഇല, ആ സമയത്ത് അങ്ങനെ നിന്നിട്ട് ക്ലീൻ ചെയ്ത് പോകണം. അങ്ങനെയൊക്കെ നിന്നാൽ എപ്പോഴും നമ്മളെ പന്തലെല്ലാം വൃത്തി ഉണ്ടാവും കാണാന്. പക്ഷെ അതിനൊക്കെ നിൽക്കണമെങ്കിലേ ഒരാളങ്ങനെ ഒഴിഞ്ഞു നിൽക്കണം. നമുക്ക് എല്ലാ പണീൻ്റെ കൂട്ടത്തിലൊന്നും അങ്ങനെ ചെയ്യൽ നടക്കൂല. എന്നാൽ നല്ല വൃത്തി ഉണ്ടാവും കാണാൻ. ഏത് സാധനം ഉണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ ആദ്യത്തെ ഇലകൾ ഇതേപോലെ പോവും. സ്റ്റൂൾ എടുക്കട്ടെ, ഹൈറ്റാണ്. കുറെ കായ് പറിക്കാണ്ടല്ലേ. ഇതൊക്കെ നോക്ക് കോവല്. കഴിഞ്ഞ ആഴ്ച നമുക്ക് നോമ്പ് സമയത്ത് തന്നെ ഒന്ന് പറിച്ചാണല്ലോ അല്ലേ. ഇത് പിന്നെ ആയതാ. ഒക്കെ പറിച്ചു കൊടുക്കണം. ഇനിയിപ്പോ കായ്കൾ ഉണ്ടായാലും നിൽക്കും. നമ്മളിങ്ങനെ കറക്റ്റ് സമയത്ത് പറിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ ഇന്ന് നമുക്ക് എന്തായാലും ഉള്ളതൊക്കെ പറിച്ച് നമ്മൾ ഗ്രൂപ്പിലൊന്ന് അറിയിച്ചാൽ മതി. അപ്പോഴത്തേക്കും ആളുകൾ വരും. 40 രൂപ കേട്ടോ 1 കിലോ കോവല് നമ്മളിപ്പോൾ കൊടുക്കുന്നത്. അതിനൊക്കെ ഇഷ്ടം അല്ല, എല്ലാവരും 1 കിലോ തന്നെ അധികം വാങ്ങുന്നില്ലേ. ഓർക്കട്ടെ, എന്തായാലും പറ്റുന്ന പോലെ ഞങ്ങൾ ഇതൊന്ന് ക്ലീൻ ചെയ്യട്ടെ ആദ്യം, എന്നിട്ട് പറിക്കാം. അപ്പൊ പറ്റുന്ന പോലെ നമ്മൾ വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. കിട്ടുന്ന ഇലകളും വള്ളിയൊക്കെ വലിച്ചെടുത്തിട്ടുണ്ട് ഉണക്കാം. ഇപ്പൊ കണ്ടില്ലേ, ഇപ്പൊ നല്ല കോവല് നല്ല കറക്റ്റ് ആയിട്ട് കാണാം അല്ലെ. കുറച്ചുകൂടെ ഒരു ആദ്യത്തേലും കാണില്ലേ. ഇവിടെ നോക്ക്, ഈ ഒരു സൈഡിലാണ്, ഈ ഒരു സൈഡിൽ നല്ല എല്ലാ സൈഡിലും ഉണ്ട്. നല്ല ഇഷ്ടം പോലെ അടിപൊളിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. ഇങ്ങോട്ടൊക്കെ ഉണ്ട്. അപ്പൊ പറി തുടങ്ങാം. ഞാൻ വൃത്തിയാക്കിയ സമയത്ത്
വള്ളി വലിച്ച സമയത്തൊക്കെ ഇതാ കുറച്ച് കൈ തട്ടിയതൊക്കെ പൊട്ടിപ്പോന്നൊക്കെ ഉണ്ട്. അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ തുടങ്ങല്ലേ. കുഞ്ഞാത്തിയും വരുന്നുണ്ട് പറിക്കാനേ, കുറച്ച് കൂടുതൽ പറിക്കാനുണ്ട്. അപ്പോൾ ഓൾ അങ്ങനെ ഒരു തല പറിച്ചാൽ ഞാനിങ്ങനെ പറിച്ചു കഴിഞ്ഞാൽ നമ്മളെ പറി വെട്ടുണ്ടാവും. ഇവിടെ നല്ല വൃത്തിയുണ്ട് കൈ, അത്യാവശ്യം വൃത്തി പറയാൻ നല്ല ഷേപ്പ് ഉണ്ട്. ചിലതൊക്കെ ഒരു വളഞ്ഞതൊക്കെ ആയിരുന്നു ഇതിൽ ഇടയ്ക്ക്. ആദ്യം നല്ല ഉണ്ടായി, പിന്നെ ഇടസമയം വെച്ചിട്ട് കുറച്ചൊക്കെ ഈച്ചയൊന്നും കുത്തിയതല്ല, അത് ഇതുപോലെ വളഞ്ഞൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ കാണുന്ന നല്ല ലെവലായിട്ട് നല്ല വൃത്തിയുള്ളതാണ്. നല്ല വെയിലും കൊണ്ട് അതിനനുസരിച്ച് നനച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ നനവിന്റെ ഒരു ഗുണം എന്തായാലും. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് ഒന്ന് സ്ലറി ഒഴിച്ചു. സ്ലറി ഒഴിച്ചപ്പോഴാണ് പുതിയ ഇലകളൊക്കെ ഒന്ന് കരുത്തിൽ വന്നത്. ഇല ഇങ്ങനെ ഒന്ന് കരുത്ത് കുറയുന്നതനുസരിച്ച് സ്ലറി ഇടയ്ക്ക് ഇങ്ങനെ അടിക്കുമ്പോൾ സെറ്റായി കിട്ടും. കുഞ്ഞാത്ത ആൾ കിട്ടില്ലേ, കുഞ്ഞാത്ത അവിടെ കയറി സ്റ്റൂളിൽ കയറിയിട്ട് പറിക്കുന്നത്. ഒരു ഭാഗത്ത് നിന്ന് പറിക്കുക, അല്ലെങ്കിൽ എന്താ അറിയോ അവിടെയും ഇവിടെ പറിച്ച് തീരാത്ത പോലെ തോന്നും. ഞാൻ ഈ സൈഡ് അങ്ങനെ പറിച്ചു വരാം കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ നമ്മള് നടന്ന് പറിച്ചു പോവാ. ഞാൻ എന്റെ പ്രശ്നം കോവലൊക്കെ കുറെ ആളുകൾ ഉപ്പേരി വെക്കല്, പക്ഷെ ഇപ്പൊ ഒരു ട്രെൻഡ് ഇറങ്ങിയിട്ടുള്ളത് ഇതിങ്ങനെ നീളത്തെ ചെത്തിയിട്ടിട്ടേ പൊരിച്ചെടുക്കും. ഫ്രൈ ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റ് ആണ്. അധികം ഓവർ വേവിക്കാതെ ലൈറ്റ് ആയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ സൂപ്പർ ടേസ്റ്റ് ആണ്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യലുണ്ട് എല്ലാവർക്കും. കോവല് നല്ല ഇഷ്ടമാണ്. ഇതിന്റെ ഒരു ഗുണങ്ങൾ അറിഞ്ഞാൽ എന്തായാലും എല്ലാവരും കോവല് കഴിക്കും കേട്ടോ. നമ്മൾ ആദ്യമൊക്കെ മാർക്കറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാന്ന് വിചാരിച്ച സാധനമാണ് കോവല്. മാർക്കറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ആളുകൾക്ക് വേണോ വെച്ച് നടക്കുന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നു കുറെ മുന്നേയൊക്കെ. ഇപ്പൊ നമ്മൾ വീഡിയോയിലൊക്കെ ഇങ്ങനെ ദിവസവും പച്ചക്കറി പറിക്കുന്നതിനൊക്കെ വീഡിയോ ചെയ്യും, വിളവെടുപ്പിന്റെ. അപ്പൊ അധികം ഐറ്റം ഇപ്പൊ എല്ലാവരും ചോദിക്കലുണ്ട്. എല്ലാ അങ്ങനെ വാങ്ങിക്കുന്ന ഐറ്റത്തിൽ കോവലില്ലെന്ന് ഇപ്പൊ എല്ലാവരും ഇങ്ങോട്ട് ചോദിച്ചു വരുന്നുണ്ട്. അപ്പം പറിക്കേണ്ട താമസമുള്ളൂ നമുക്കിതൊക്കെ വിറ്റ് പോകാനായിട്ട്. ഞാൻ ഈ സൈഡ് അങ്ങനെ തീർക്കട്ടെ കേട്ടോ. ചെറുത് ഇഷ്ടം പോലെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് പറിച്ചാലേ ആ ചെറുത് പെട്ടെന്ന് വലുതായിട്ട് ഇട്ടുള്ളൂ. ഇതാ കുഞ്ഞോളെ നല്ല മണ്ണുണ്ട്, അത്യാവശ്യത്തിന് നീട്ടുള്ളൂ, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഔരളനാ നല്ല വെയിലാണ്. പക്ഷെ കുഞ്ഞാത്തക്കിനകത്ത് അധികം വെയിൽ അടിക്കൂല, കുറച്ചുകൂടെ ഇല കൂടുതലുണ്ട്. ഇവിടേക്ക് വള്ളി ഇങ്ങോട്ട് എത്തിയിട്ടില്ല. നമ്മളെ മുറത്തിലെന്തായാലും കോവക്ക കൊള്ളൂല, മുറവും കൈക്കൊട്ടയൊക്കെ ഫുള്ളാവും. നമുക്ക് വലിയ കൊട്ടയൊക്കെ തന്നെ സൂപ്പർ സാധനം. ഇങ്ങനത്തെ ആയതുണ്ടോ? ഈ ഒരു സൈഡിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. കുഞ്ഞോള് വീഡിയോ എടുക്കാണ്, ഐബു കരയുണ്ട്. വേഗം പറിച്ചു തീർക്കട്ടെ. നമ്മളെ ക്ലീനിങ്ങിന് നിന്നില്ല, അതുകൊണ്ടല്ലേ ഇപ്പൊ ഇതിന് പറിച്ചു കഴിയും. പക്ഷെ അതുകൊണ്ട് ഒരു വൃത്തിയായില്ലേ ഉണക്കയിലൊക്കെ ഉണ്ട് പോയപ്പോ. ഇനിയിപ്പോ എന്തായാലും നമുക്ക് ഇതൊക്കെ പറിക്കുമ്പോൾ തന്നെ ഇതാ അടുത്തതാവുന്നുണ്ട്. ഇപ്പൊ കുറച്ച് കഴിയണം ഇനി വള്ളിയൊക്കെ ഒന്ന് വെട്ടാനായിട്ട്. ഇപ്പൊ വെട്ടിക്കൊടുത്താലേ വെട്ടാൻ കഴിയില്ല, വെട്ടിക്കൊടുത്താലും നല്ല വെട്ടാൻ കഴിയില്ല. ഈ ഒരു സമയത്ത് വെട്ടിയുള്ള ഗുണം നമുക്ക് ഇനി വേനൽ മഴയൊക്കെ ഇടയ്ക്ക് കിട്ടുന്നോണ്ടേ പെട്ടെന്ന് പുതിയ തലപ്പുണ്ടാവും. ഓവർ മഴ ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെ വെട്ടിക്കഴിഞ്ഞാലൊക്കെ ചീഞ്ഞു പോകും. അതുകൊണ്ട് വെട്ടേണ്ട കറക്റ്റ് സമയം എപ്പോഴാ നോക്കിയിട്ട് നമുക്ക് അടുത്ത ബാച്ചും കൂടെ പറിച്ചെടുത്തിട്ട് വെട്ടുന്ന സമയത്തെ കുറെ ആളുകൾ ഇതിന്റെ ഇടയ്ക്കൊക്കെ നമ്മളോട് കോവലിന്റെ കഷ്ണം ചോദിച്ചിരുന്നു, നടാനുള്ള കഷ്ണം ചോദിച്ചിരുന്നു. വെട്ടുന്ന സമയത്ത് ഉണ്ടാവും കേട്ടോ. എന്തായാലും നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ട് നമ്മളിത് പ്രൂൺ ചെയ്ത് വൃത്തിയാക്കുള്ളൂ. ആ സമയത്ത് അപ്പം നമുക്ക് പറ്റുന്നവർക്കൊക്കെ അയച്ചു തരൊക്കെ ചെയ്യാം. കമ്പായതുകൊണ്ട് നമുക്ക് അയച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടില്ല. പായതൊക്കെ പറിച്ചു കഴിഞ്ഞ് ഇത്രയുണ്ട്. ഇന്നലെ നമ്മൾ കണ്ണിമാങ്ങ പറിച്ചിട്ടില്ലേ, കൈ പൊള്ളിയത് നോക്ക്, എന്റെ കറയായത് അവിടെ ഉണ്ട്. എവിടെയൊക്കെ ഉണ്ടായിരുന്നു, ഇവിടെയൊക്കെ പൊള്ളം വന്നിട്ടുണ്ട്. മാങ്ങ പറിച്ചപ്പോഴേ ഞാൻ പറഞ്ഞ കണ്ണിമാങ്ങ പറിച്ചുകൊണ്ട് മുഖത്ത് ഭാഗ്യത്തിന് ആയിട്ടില്ല. പക്ഷെ നല്ല സൂപ്പർ മാങ്ങ കേട്ടോ ഇന്നലെ കിട്ടിയത്. അതിന്റെ പണിയിലൊക്കെയാണ് ഉമ്മ. അതാ നമുക്കിതാ ഇത്രയും കോവലുണ്ട്. ഇന്നത്തെ കുറച്ച് പച്ചമുളകും പറിക്കാണ്ട് വഴുതനുണ്ട്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ അത് വാങ്ങിക്കാൻ വരുന്നവർക്ക് ഇങ്ങനത്തെ സൂപ്പർ കോവലും കൊണ്ടുപോകാം.